ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന മുട്ട കൊണ്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ശരിക്കും ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് നല്ലൊരു കോമ്പിനേഷനായി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു ബൗളിനകത്തോട്ട് 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പൊടിയായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ അളവിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയെല്ലാം നല്ലതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ട്രേയിലോട്ട് കുറച്ച് എണ്ണയൊന്ന് തടവി വെച്ചിട്ടുള്ളതാണ്. പ്ലേറ്റോ അതുപോലെ ബേക്കിംഗ് ട്രേയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിനകത്തോട്ടേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇഡ്ഡലി പാത്രത്തിനകത്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ആവി വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് തന്നെ നല്ലതുപോലെ കുക്കായി കിട്ടും. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് അളവിൽ മൈദ, ഇനി ഇതിലോട്ടേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് മൈദയും 1.5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും. അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് അതിനനുസരിച്ച് പൊടികളുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയില ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിനകത്തോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആദ്യമേ തന്നെ ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിൻ്റെ ഒരു ബാറ്റർ എന്ന് പറയുന്നത് ഒത്തിരി ലൂസായി പോകാനും പാടില്ല, ഒത്തിരി അങ്ങ് കട്ടിയായി പോകാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നമ്മുടെ മുട്ടയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചെറു ചൂടോടുകൂടി തന്നെ നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് തന്നെ ഞാനൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പാത്രത്തിനകത്ത് നിന്ന് വിട്ടുവരും. കാരണം നമ്മൾ അതിനകത്തും എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പാത്രം ഗ്രീസ് ചെയ്ത സമയത്തും എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട ഇത്രയും പീസാണ് നമുക്കിതിനകത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് കുറച്ച് മൈദയിലോട്ടേക്ക് ഇതുപോലെ മുറിച്ചെടുത്ത ഓരോ പീസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിപ്പോൾ മുഴുവൻ ഞാനതുപോലെ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിനകത്ത് മുക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ബാറ്ററിനകത്ത് നിങ്ങൾ മുക്കി എടുക്കുമ്പോൾ ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ തന്നെ എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് ഇത് മൊരിഞ്ഞ് വരും. അതുപോലെ തന്നെ ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും, ഉൾഭാഗം നല്ല മുട്ടയുടെ ആ ഒരു നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ തന്നെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയാം. അപ്പം ഞാനിത് മുഴുവൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ശരിക്കും നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.